ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ കടലിൽ നിന്ന് ഉടക്കോല ഇറങ്ങിയിട്ട് ഞണ്ടുപിടിക്കുന്ന വീഡിയോസ് ഉണ്ട്. എങ്കിൽ പിന്നെ അത് നമ്മുടെ അടുത്ത് ബീച്ചിൽ നിന്നും കിട്ടുമെന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും കിട്ടുമോ ഇല്ലേ എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും കിട്ടിയാലില്ലേലും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴിയെല്ലാം ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഒരു സൈഡ് ഫുൾ കമ്പോലയും ഒരു സൈഡ് ഫുൾ പാടവും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം നമ്മളൊരു പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളായിരുന്നു സപ്പോർട്ടായിരിക്കും നമുക്കിനി അങ്ങോട്ട് വീഡിയോ കാണുന്ന മോട്ടിവേഷൻ. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ റോഡിൽ കൂടി പോകാൻ ഭയങ്കര രസമാണ്. ദൂരത്ത് നല്ല സൺസെറ്റും ഫുൾ കളറും. പിന്നെ ഇടയ്ക്കെല്ലാം ഇതുപോലെ വെള്ളം നിറഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു. മഴ പെയ്ത് ഫുൾ പാടവും കനാലൊക്കെ നിറഞ്ഞ് ജോയിൻ്റ് ആയിട്ട് റോഡിൽ ഫുൾ വെള്ളമായിരുന്നു. നമ്മളോട് നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സ് മതി ബീച്ചിലെത്താൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മഴക്കാർ വെച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈയിടെയായിട്ട് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അന്ന് ഫുൾ മഴയായിരിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. പിന്നെ വലയൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി നോക്കാം. നമ്മുടെ ചാനൽ വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈം ഉള്ളപ്പോൾ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യണം. ആക്ച്വലി നമ്മൾ ഉടക്കവലയാണ് എൻ്റെ യൂസ് ചെയ്യുന്നത്. അതിൽ കയറ് കെട്ടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് കെട്ടി എറിയണം. വലയിൽ കെട്ടാനുള്ള വെയിറ്റിന് വേണ്ടിയിട്ട് ബീച്ച് സൈഡ് മൊത്തം നോക്കി, പക്ഷേ കല്ലൊന്നും കിട്ടിയില്ല. അവസാനം ഒരു കുപ്പിക്കകത്ത് മണ്ണ് നിറച്ചെടുത്തു. നമ്മളോട് തീറ്റയായിട്ട് യൂസ് ചെയ്യുന്നത് ചിക്കൻ വേസ്റ്റാണ്. അവസാനം എല്ലാം സെറ്റ് ചെയ്ത് കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ വലയൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമില്ലെന്ന് നോക്കാം. മഴക്കാലം കടലിൽ കയറി കിടത്തോളം വെയിറ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളോട് നിൽക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് നമ്മളോർത്തു എന്തായാലും വലയും കയറും എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വല കൂടി സെറ്റ് ചെയ്ത് എറിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വലയും ഇറങ്ങിയിട്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരു കമ്പെടുത്തിട്ട് 2 വലയും കൂടി അതിൽ കെട്ടി വെച്ചു. വലയിട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയി. നമുക്ക് എന്തായാലും ഒന്ന് വലിച്ചു നോക്കാം. ഫസ്റ്റത്തെ വലിയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ, ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണം. ഫൈനലി നമ്മൾ വിചാരിച്ച പോലെ കിട്ടി, പക്ഷേ ഞണ്ടല്ലെന്നേ ഉള്ളൂ. ഫസ്റ്റ് വലക്ക് നമുക്ക് കിട്ടിയത് ഒരു കൂരിയായിരുന്നു. ഏതായാലും അത് അത്യാവശ്യം വലിയൊരു കൂരിയായിരുന്നു, പക്ഷേ അതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഈ ചെറിയ വലക്കഷ്ണത്തിന് ഈ കൂരിയൊക്കെ ഒന്ന് നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്തായാലും നമ്മുടെ റോഡാറിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തീറ്റ നോക്കാം. ഇനിയിപ്പോൾ മീനൊക്കെ കിട്ടിയാലോന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ ചൂണ്ടയും ഇട്ടിട്ടുണ്ട്, 2 വലയും കോർത്തിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല ഇങ്ങനെ വലിച്ച് നോക്കുന്നുണ്ട് ഒരു 15-20 മിനിറ്റ് കൂടുമ്പോഴൊക്കെ. പക്ഷേ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാകാറില്ല വലിക്കുമ്പോഴൊന്നും. കടലാണ് എന്നാലും ശക്തിയായിട്ട് തിരവല അടിക്കുന്നതുകൊണ്ട് നമ്മുടെ വലയെല്ലാം അടിച്ചത് കരക്കൊണ്ടിടുക. അതുകൊണ്ട് ഞണ്ടിന് ഒന്നും അടക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ ചൂണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് മീൻ ഇട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് മീനല്ലാത്തതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാത്തത് കൂടുതലും. ഇവിടെ നമുക്ക് ചൂണ്ടയിൽ കൂരിയാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലൊക്കെ ആയതുകൊണ്ട് കൂരി കുറേ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. കിട്ടുന്നതിൽ കൂടുതൽ ഈ ഒരു സൈസുള്ള മീനാണ്. നമ്മുടെ ഞണ്ടിൻ്റെ വിലയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ ഇടവിട്ടൊക്കെ വലിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ അതിനകത്തൊന്നും കിട്ടുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഇടുന്നതിൻ്റെ കുഴപ്പമാണോ, ഇനി ഇവിടെ ഞണ്ടില്ലാഞ്ഞിട്ടാണോ, ഇത്ര തിരമാല ഉള്ളതുകൊണ്ടാണോ, ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കൂടുതൽ ഫോക്കസ് ചെയ്തത് ചൂണ്ടയിലായിരുന്നു. ഇനിയിപ്പം മീൻ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളം അവിടെ ചൂണ്ട ഇട്ടു. കടലിലാണെങ്കിൽ മഴക്കാർ വെച്ച് വരുന്നതുകൊണ്ട് നല്ല ശക്തിയായ തിരമാല വീണ്ടും നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കരയിലേക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവസാനം ചൂണ്ടയും എവിടെ കയറി ഉടക്കി. വേറെ വഴിയില്ലാതെ വന്നപ്പോൾ നമ്മൾ അവസാനം ബ്രൈഡ് പൊട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ കടലിൻ്റെ സൈഡിൽ ഒരു ചേട്ടൻ വല വീശുന്ന കണ്ടു. എങ്കിൽ പിന്നെ അത് കുറച്ച് ടൈം കാണാമെന്ന് വിചാരിച്ചു. മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് പൊഴി മുറിച്ച് കടലിലേക്ക് വെള്ളം ഒഴുക്കുന്ന ടൈമാണിപ്പോൾ. ഞങ്ങൾ കൂടാതെ അവിടെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു ചേട്ടൻ്റെ വല വീശ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞണ്ട് പിടിക്കാൻ വന്നിട്ട് ഞണ്ട് കിട്ടാതെ അവിടെ നിന്ന് പോകാൻ ഞങ്ങൾ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞണ്ടിൻ്റെ ഒരു കുഴി തോണ്ടി അതിൻ്റെ അകത്ത് നിന്ന് ഞണ്ടിനെ പിടിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ മിഷൻ സക്സസ്ഫുൾ ആയില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പിടിച്ചതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ, കടലിൽ ഞണ്ട് ഇല്ലാത്തതാണോ, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഈ ഐഡിയ വർക്കിംഗ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഞണ്ട് കിട്ടുന്ന വീഡിയോസ് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞങ്ങൾ പിടിച്ചതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആകാം.